ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ശിവരാത്രിയുടെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത്. ശിവരാത്രിയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ കൊളുത്തി അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ 5:30 പോയിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് തൊഴുതിറങ്ങാൻ പറ്റിയത്. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് തൊഴുന്ന അമ്പലമാണ് ശിവരാത്രിയുടെ അന്ന് അവിടെ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ബഹളത്തിലാണ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. കുക്കിംഗ് വീഡിയോസൊന്നും ഇപ്പോൾ ഇടാറില്ല. പിന്നെ ഇത് ശിവരാത്രിയുടെ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഇടാമെന്ന് കരുതി. അങ്ങനെ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്ന ബഹളത്തിലാണ് വന്നിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാക്കാമെന്ന് കരുതി. ഒരു വീട്ടിൽ പലർക്കും പല ഇഷ്ടമാണല്ലോ. കുറേ പേർക്ക് ദോശ ഇഷ്ടം, കുറേ പേർക്ക് ഇഡലിയാണ് ഇഷ്ടം, കുറേ പേർക്ക് അപ്പമാണ് ഇഷ്ടം. അങ്ങനെ പല ഇഷ്ടങ്ങളാണ്. ഒരു വീട്ടിൽ 3-4 പേരുണ്ടെങ്കിൽ 3-4 പേർക്ക് 3-4 രീതിയിലെ ഇഷ്ടങ്ങൾ കാണും. ഞാൻ എന്തായാലും ഇന്ന് ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതുന്നു. കഴിക്കും എല്ലാവരും. ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ ഒരു മടി കാണുമെങ്കിലും കഴിക്കും. എന്തായാലും വീട്ടമ്മമാർക്ക് നല്ല പണിയാണ്. രാത്രി വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഇനി എന്താ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കണ്ടേ, ദോശ വേണോ ഇഡലി വേണോ പുട്ട് വേണോ, ഇങ്ങനെ ആലോചിച്ച് ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കി അത് അമ്മമാരുടെ ഒരു ഡ്യൂട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കാപ്പി ആയാലും ചായ ആയാലും അത് ചിലർക്ക് കാപ്പി ഇഷ്ടം, ചിലർക്ക് ബൂസ്റ്റ് ഇഷ്ടം, ചിലർക്ക് ചായ ഇഷ്ടം. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണ് ഒരു വീട്ടിൽ. അങ്ങനെ നടക്കുന്നു. പിന്നെ ദോശ ഉണ്ടാക്കി ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ പറഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഇന്ന് ഉച്ചക്കലത്തേക്കൊന്നും ഉണ്ടാക്കണ്ട. എല്ലാ വർഷവും ശിവരാത്രിക്ക് അവരുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്, അവരുടെ വീട്ടിൽ നിന്നാണ് ശിവരാത്രിക്ക് എല്ലാ വർഷവും അവരുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ചെന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പരിഭവമാണ് ചെന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും എല്ലാ ശിവരാത്രിക്കും അവിടെ തന്നെ പോയി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കുടുംബ സുഹൃത്തിൻ്റെ വീട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വീട് ഉള്ളത്. എല്ലാ വർഷവും ശിവരാത്രിക്ക് ഇവിടെ അവരുടെ വീട്ടിലെല്ലാ അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഈ ഉത്സവം. വീഡിയോ എടുത്തപ്പോൾ കുറേ പേർക്കൊന്നും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാരെ ഒന്നും ഞാനിത് കാണിച്ചിട്ടില്ല കേട്ടോ. അവർക്കൊന്നും വീഡിയോയിൽ മുഖം കാണിക്കുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ ചോറുണ്ണുകയാണ്. ഇലയൊക്കെ ഇട്ട് വലിയ സദ്യയായിട്ടാണ് അവരെല്ലാ വർഷവും ശിവരാത്രിക്ക് അങ്ങനെയാണ്. പായസമൊക്കെ ഉണ്ടാക്കി എല്ലാം വിശാലമായിട്ടുള്ള സദ്യയാണ്. അവരുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസവും കൂടിയാണ് ശിവരാത്രി ദിവസം. പിന്നെ ഞങ്ങൾ ചോറൊക്കെ വിശാലമായിട്ട് കഴിച്ച് അവിടെ നിന്ന് ഉച്ചയായപ്പോൾ തിരിച്ചു. പിന്നീട് ഇത് ആ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്രയാണ്. ഇതിൽ ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, അതിൽ തന്നെയുള്ള സൗണ്ടൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കും. കുറച്ച് വീഡിയോസേ ഞാൻ ഇട്ടിട്ടുള്ളൂ, എല്ലാം ഒന്നും ഇട്ടിട്ടില്ല. പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. ഓക്കെ. എന്ന പുണ്യനാമ പ്രഘോഷവുമായിട്ടിതാ കോളച്ചിറ കൂട്ടായ്മ വന്നു ചേരുകയായി. കാണുക കാണുക ജനസാഗരമേ, കൈലാസേശ്വരനായ അഗസ്ത്യാർക്കോട് കൊള്ളുന്നവൾ. അതെ, മുത്തൻകുളം മണ്ണിൽ നിന്നും നിരവധി അനവധി ആനപ്രേമികളുടെ മനം കീഴടക്കി